എക്സാമിന് കോപ്പി അടിക്കാതിരിക്കാനായി ഇവിടെ ഈ ടീച്ചർ എല്ലാ സ്റ്റുഡൻസിന്റെയും ബോഡി ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണ്. അതിനിടയിൽ ഒരു പയ്യൻ എക്സാം ഹാളിലേക്ക് ഒരു കൊക്കക്കോളയുടെ കുപ്പി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ആ ടീച്ചർ അതിനെ തടയുകയും ചെയ്യുന്നു. ആ ടീച്ചർ അവനോട് ആ കോള ഫുള്ളും കുടിച്ചു തീർക്കാനായി പറയുകയാണ്. അത് കുടിച്ചു തീർന്നപ്പോഴാണ് കാണുന്നത് ആ കുപ്പിക്കുള്ളിൽ എല്ലാ ആൻസറുകളും അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ആ ടീച്ചർ എല്ലാ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നും കോപ്പി അടിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും കൈക്കലാക്കിക്കൊണ്ട് ക്ലാസ് റൂമിൽ കയറ്റുകയാണ്. കാരണം 2 ദിവസം മുമ്പ് ആ ടീച്ചർ ആ സ്കൂളിലെ പ്രിൻസിപ്പലിനോട് ഇനി നടക്കാനിരിക്കുന്ന എക്സാമിൽ ഏതെങ്കിലും ഒരു കുട്ടി കോപ്പി അടിക്കുകയാണെങ്കിൽ താൻ 100 റൗണ്ട് ഓടുമെന്ന് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ആരംഭിച്ചപ്പോഴേക്കും ടീച്ചർ ആ ക്ലാസ്സിലെ ഒരു വലിയ ജാമർ വെച്ച് കോപ്പി അടിക്കാനെന്ന കുട്ടികളെ നിരാശരാക്കിയിരുന്നു. ആദ്യത്തെ എക്സാം കഴിഞ്ഞതും ആ കുട്ടികളെല്ലാം ചേർന്ന് പുതിയൊരു വഴി കണ്ടെത്തുകയാണ്. കാരണം പിറ്റേ ദിവസത്തെ എക്സാമിന് അവരിൽ ഏറ്റവും പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആ റൂമിന് പുറത്തിറങ്ങി ബ്ലൂടൂത്ത് വഴി എല്ലാ ആൻസറുകളും ആ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയാണ്. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ആ കുട്ടിയുടെ പിന്നിൽ ആ ടീച്ചർ വന്നിട്ട് അവൾ അയച്ചു കൊടുത്ത ഉത്തരത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയുന്നു. ആ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെല്ലാം ഇവളുടെ ആൻസറിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഒരു തരത്തിലും ആ കുട്ടികളെ ചീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ആ ടീച്ചർ എക്സാം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്നതറിഞ്ഞ് അസൂയ തോന്നിയ ആ സ്കൂളിലെ മറ്റൊരു ടീച്ചർ ആ സ്റ്റുഡൻസിനെ എക്സാമിൽ കോപ്പി അടിക്കാൻ അനുവദിക്കുകയാണ്. ശേഷം ആ ടീച്ചർ തന്നെ ആ എക്സാമിൽ കുട്ടികൾ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിന്റെ മുന്നിൽ കംപ്ലൈന്റ് ചെയ്യാണ്. അങ്ങനെ ആ ടീച്ചർ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ ബെറ്റിൽ പരാജയപ്പെട്ട് മുൻപവർ പറഞ്ഞതുപോലെ 100 റൗണ്ട് ഓടാൻ തുടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ടിനെ സബ്സ്ക്രൈബ് ചെയ്യണേ.